ക്യാൻറ്റീനിലൊക്കെ 25 പൈസ കൊടുത്താൽ മതി കോളേജ് ക്യാൻറ്റീനിൽ ഊണ് കിട്ടാനൊക്കെ. അതിനുപോലും നിവൃത്തിയില്ല. ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് സാമ്പത്തികമൊക്കെയാണ്. സാമ്പത്തികം വെച്ചാൽ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലല്ല, സമൂഹത്തിൽ തന്നെ മാതൃസംഘടനയൊക്കെ അങ്ങനെ ഒന്നും പൈസ ഒന്നും കിട്ടത്തില്ല. അന്നൊരു വലിയ കുടുംബം പോലെയാണ്. ഏറ്റവും വലിയ സമരം 72-ലെ വിദ്യാഭ്യാസ സമരമാണ്. ആ ഒരു കുടുംബ ആത്മബന്ധമാണ് സംഘടനയുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അവർക്കറിയാം ആരൊക്കെയാണ് സംഘടനയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. കേരളത്തിലൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പാണ് പ്രശ്നം എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അന്ന് വിദ്യാർത്ഥി ജനതയുടെ താഴെയായിരുന്നു SFI. അത് അതേപടി അങ്ങോട്ട് ശുഷ്കിച്ചു പോയപ്പം ആ ഒരു പ്ലേസിലേക്കാണ് SFI കയറുന്നത്. മീറ്റ് ദ ലീഡർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. മുഖവരകൾ ആവശ്യമില്ലാത്ത കോൺഗ്രസ് നേതാവ് ശ്രീ ജോസഫ് വാഴക്കനാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം. നമസ്കാരം. 1982 അങ്ങ് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടാണ് രാഷ്ട്രീയം ആരംഭിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ 1982 നിന്ന് 2025 എത്തുമ്പോൾ KSUവിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? 82-ലല്ല ആരംഭിച്ചത് ഒരു 72-ലൊക്കെ പയ്യെ സ്കൂളിൽ നിന്ന് തന്നെ KSUവിൻ്റെ പ്രവർത്തകനായി വന്നു. രാമപുരം സ്കൂളിൽ KSU യൂണിറ്റിൻ്റെ ഭാരവാഹിയായിരുന്നു. പിന്നെ സെൻറ് തോമസ് കോളേജിൽ വന്ന് അവിടെ യൂണിറ്റ് പ്രസിഡൻ്റായി, താലൂക്ക് പ്രസിഡൻ്റായി, ജില്ലാ എക്സിക്യൂട്ടീവിൽ വന്നു. പിന്നെ സ്റ്റേറ്റിലേക്ക് വന്നു. പിന്നെ സ്റ്റേറ്റ് കലാവേദിയായി, സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയായി. അങ്ങനെ പടിപടിയായിട്ട് വന്നതാണ്. അങ്ങനെ 1982 ആയപ്പോൾ സ്റ്റേറ്റ് പ്രസിഡന്റ്. അവിടെ തുടങ്ങിയുള്ള ഒരു ചരിത്രം ഒന്ന് ഓർത്തു നോക്കാൻ പറ്റുമോ? തീർച്ചയായും. പിന്നെ ചരിത്രം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കൂടെ വരുമല്ലോ. 80-ലെ അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനവും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായിട്ട് ഇന്നത്തേതിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. അതിനിപ്പം കുഴപ്പമില്ല, കാലം മാറിയതനുസരിച്ചാണ്. അപ്പം എനിക്ക് മുമ്പുള്ള തലമുറ KSUവിൻ്റെ അകത്തുള്ളപ്പോഴും അന്ന് അവർ ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് സാമ്പത്തികമൊക്കെയാണ്. സാമ്പത്തികം വെച്ചാൽ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലല്ല, സമൂഹത്തിൽ തന്നെ. കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുടെ ഇടയിൽ ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പം വിദ്യാർത്ഥികൾക്ക് നമ്മൾ നേടിക്കൊടുക്കേണ്ട ഏറ്റവും വലിയ പ്രശ്നം ഫീസ്, ആനുകൂല്യങ്ങൾ, യാത്രാ യാത്രാ സൗജന്യങ്ങൾ, അങ്ങനെ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായ രീതിയിലുള്ള സാമ്പത്തികമായ അവർക്ക് സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അന്നൊരു വിദ്യാർത്ഥി സംഘടനയുടെ വലിയ ഒരു ദൗത്യമായിരുന്നു. അതിനുശേഷം അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് KSU ഒക്കെ വളർന്നു വരുന്നത്. KSUവിൻ്റെ സമരങ്ങൾ പോലും അതെ. ഒരണ സമരം എന്ന് പറഞ്ഞാൽ ബോട്ടിൻ്റെ ചാർജ് ഒരണയിൽ നിന്ന് 10 പൈസ ആക്കി വർദ്ധിപ്പിച്ചത് അന്നത്തെ കാലത്ത് വലിയ വിഷയമാണ്. കൺസെഷൻ സമരങ്ങൾ. കാരണം അന്ന് ഒരെണ്ണം ഫീസ് കൊടുത്ത് വല്ല ടിക്കറ്റ് എടുത്ത് പോകാൻ കഴിയുന്ന ആളുകൾ അത്രയും വളരെ കുറച്ചാ ഉള്ളൂ. അതുപോലെ തന്നെ 10 പൈസ ആക്കി വർദ്ധിപ്പിക്കുമ്പോൾ 4 പൈസയുടെ വ്യത്യാസം ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ആളുകൾക്ക്. അത്രമാത്രം സാമ്പത്തിക പ്രശ്നങ്ങളാണ്. സ്കൂളിൽ പോകുന്നതിനും കോളേജിൽ പോകുമ്പോഴും ഒക്കെ എല്ലാവരും ചോറ് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് പോകുന്നവരാണ്. ചോറ് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് പോകാൻ വയ്യാത്ത, അതിനുള്ള സാഹചര്യമില്ലാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ ഒരു ഭക്ഷണത്തിനിപ്പോൾ ഊണിനൊക്കെ അന്ന് കോളേജ് ക്യാൻറ്റീനിലൊക്കെ 25 പൈസ കൊടുത്താൽ മതി കോളേജ് ക്യാൻറ്റീനിൽ ഊണ് കിട്ടാനൊക്കെ. അതിനുപോലും നിവൃത്തിയില്ല. ബസ് കൺസെഷൻ 10 പൈസ 15 പൈസ മതി ബസ്സിന് പോകാൻ. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടം. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും ബുദ്ധിമുട്ടി പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് 5 പൈസയുടെ വ്യത്യാസം വരുന്നു എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ്. അപ്പം അതിനൊക്കെ എതിരായിട്ടുള്ളതാണ് പ്രക്ഷോഭങ്ങളന്ന് നടന്നത്. അതായത് അന്ന് ഈ KSUവിൻ്റെ ക്യാമ്പസുകളിലൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി സംഘടനാ പ്രവർത്തനത്തിനുള്ള ഒരു ഫണ്ടാണല്ലോ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അതെങ്ങനെയായിരുന്നു? അത് പാർട്ടി തരികയോ? പാർട്ടി മാതൃസംഘടനയൊക്കെ അങ്ങനെ ഒന്നും പൈസ ഒന്നും കിട്ടത്തില്ല. വല്ല ക്യാമ്പും ഒക്കെ നടത്തുമ്പോൾ വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെറിയ തോതിലുള്ള സഹായങ്ങൾ കിട്ടും. KSU ഒക്കെ എപ്പോഴും സ്വയം പര്യാപ്തമായിരുന്നു. ഞങ്ങൾ തന്നെ ആളുകളെ കണ്ട് അതിനാവശ്യമായ ഫണ്ട് റേസ് ചെയ്യായിരുന്നു. ഒരിക്കലും നമ്മുടെ ആവശ്യത്തിന് ഒരിക്കലും തയ്യാറില്ല. ഇപ്പോൾ ഏത് പരിപാടി നടത്തുന്നതിനും ഞങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്ത് ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. മിക്കവാറും ആളുകളുടെയൊക്കെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും, മാലയാണെങ്കിലും മോതിരമാണെങ്കിലും ഒക്കെ ഉള്ളവർ അത് പണയം വെക്കും. അതല്ലെങ്കിൽ എവിടെയെങ്കിലും കടം പറയും. അവസാനം അത് വഴിക്ക് നടന്നു പോകാൻ വയ്യാത്ത അവസ്ഥയാകും. അങ്ങനെയുള്ള സാമ്പത്തികമായിട്ടുള്ള വലിയ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് അന്നത്തെ സംഘടനാ പ്രവർത്തനം നടക്കുന്നത്. അങ്ങ് KSUവിൻ്റെ യൂണിറ്റ് തലത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്, താലൂക്ക് തലത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്, ജില്ലാ തലത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്, സംസ്ഥാന തലത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് കമ്മിറ്റിയാണ് കൂടുതലായിട്ട് സംഘടനാ പ്രവർത്തനത്തിന് സാധ്യമായിട്ടുള്ള കമ്മിറ്റി? അന്നൊരു വലിയ കുടുംബം പോലെയാണ് അന്ന്
കാരണം അന്ന് സംസ്ഥാന പ്രസിഡന്റന്മാരാണെങ്കിലും താഴെ തട്ടിലുള്ള ആളുകളുമായിട്ട് സഞ്ചരിക്കുകയല്ല. നമുക്കങ്ങനെ ഇന്നത്തെ പോലെ മൊബൈൽ ഫോണില്ല, ഇന്നത്തെ പോലെയുള്ള മറ്റു സൗകര്യങ്ങളില്ല. അപ്പോൾ അതൊന്നും ഇല്ലാത്ത സമയത്ത് ഇവരെല്ലാം സഞ്ചരിച്ച് വരിക, ബസ്സിൽ കയറി സഞ്ചരിച്ച് ഓരോ പ്രദേശത്തെത്തി ആളുകളെ കണ്ട് അവരുമായിട്ട് സംസാരിച്ച്, ഇപ്പോൾ ഇടുക്കിയിലോ ഇപ്പോൾ ഈ കോട്ടയത്തിൻ്റെ ഒക്കെ റിമോട്ട് ഏരിയയിലൊക്കെ വരുമ്പം അന്ന് വരുന്ന നേതാക്കന്മാർക്ക് തിരിച്ചു പോകാൻ പറ്റിയെന്ന് വരികയല്ല. അപ്പോൾ അവർ നമ്മുടെ വീടുകളിൽ താമസിക്കും ഒരു പക്ഷേ, അതല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും പാർട്ടി ഓഫീസുകളിൽ തങ്ങും. അങ്ങനെയുള്ള രീതിയിലാണ് ഇവരുടെ സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്നത്. അപ്പം വലിയ ആത്മബന്ധമാണ് താഴെത്തട്ടിലുള്ളവരുമായിട്ടും മുകളിലുള്ളവരും ഒക്കെ ആയിട്ടും വലിയ ആത്മബന്ധമാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പരിപാടി പിന്നെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പം നമ്മൾ മൊത്തം അവിടെയുള്ള എല്ലാവരും കൂടി സഹകരിച്ച് ആ പരിപാടി നടക്കുന്നത്. ആ നേതാവ് അവിടെ എത്തുന്നത് തന്നെ അവരൊന്നും അങ്ങനെ കാറൊന്നും വന്ന ഒരു നേതാവിനും ഇല്ല. അന്നെല്ലാവരും തന്നെ ബസ്സിനാണ് വരുന്നതൊക്കെ. മിക്കവാറൊക്കെ ഉള്ളവരുടെയിൽ വണ്ടിക്കൂലി, ചിലപ്പോൾ വണ്ടിക്കൂലി സംഘടിപ്പിച്ചായിരിക്കും വരുന്നത്, ഇല്ലെങ്കിൽ വണ്ടിക്കൂലി ഇവിടുന്ന് സംഘടിപ്പിച്ചാൽ നമ്മൾ വിടുന്നത്. അപ്പോൾ അതിന് വലിയൊരു ആത്മബന്ധമായി. ഇപ്പോൾ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രശ്നം, ഈ പ്രസ്ഥാനത്തിനകത്ത് എവിടെയെങ്കിലും ഒരാൾക്ക് ഒരു വിഷയം ഉണ്ടായി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു മർദ്ദനമേറ്റു, അല്ലെങ്കിൽ എന്തെങ്കിലും സംഘടന ഉണ്ടായി, എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും എനിക്ക് ഏറ്റതുപോലെയുള്ളൊരു ഫീലിംഗാണ് വരുന്നത്. കാരണം അത്രമാത്രം ആത്മബന്ധം എല്ലാവരും തമ്മിൽ. ആ ഒരു കുടുംബ ആത്മബന്ധമാണ് സംഘടനയുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആ കാലഘട്ടത്തിലൊക്കെ KSUവിൻ്റെ താലൂക്ക് ക്യാമ്പുകളും ജില്ലാ ക്യാമ്പുകളും സംസ്ഥാന ക്യാമ്പുകളും ഒക്കെ ഉണ്ടാകുമായിരുന്നു. അന്നെനിക്ക് തോന്നുന്നു സ്കൂളുകളിലൊക്കെ വെച്ചിട്ടാണ് ക്യാമ്പുകൾ നടത്തുന്നത്. അതിനുശേഷം സ്കൂളുകളിൽ ഡെസ്കിലൊക്കെയാണ് ആളുകൾ കിടന്നുറങ്ങുന്നത് എനിക്ക് തോന്നുന്നു. അത് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ഇന്നിപ്പം ഡെസ്കിലൊന്നും കിടക്കേണ്ട കാര്യമില്ല ആർക്കും. കാരണം സാമ്പത്തികമായിട്ട് നമ്മുടെ സമൂഹം തന്നെ ഒരുപാട് മുന്നോട്ട് വന്നു. ആളുകൾക്ക് പഴയ രീതിയല്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ ആരെയും ഇപ്പം പുതിയ ആളുകളെ ഒന്നും അതിൻ്റെ പോലെ നമ്മൾ കുറ്റപ്പെടുത്താനൊന്നും തയ്യാറില്ല. പക്ഷെ അന്ന കാലത്ത് ആ ദാരിദ്ര്യമുണ്ട്. അപ്പം KSUവിൻ്റെ താലൂക്ക് ക്യാമ്പുകൾ നടക്കും, ജില്ലാ ക്യാമ്പുകൾ നടക്കും, താലൂക്ക് സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനങ്ങൾ, സംസ്ഥാന ക്യാമ്പ്, സംസ്ഥാന സമ്മേളനങ്ങൾ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടാണ്, കൃത്യമായിട്ട് ആ സമയങ്ങളിലുണ്ടാവും. എല്ലാ വർഷവും ഉണ്ടാവും. അവിടെ വെച്ചാൽ നേതൃത്വത്തിൻ്റെ മാറ്റം ഉണ്ടാകുന്നത്. ഇപ്പം യൂണിറ്റിലെ ഒരു ഇലക്ഷൻ കഴിഞ്ഞ ഒരു വർഷം പിന്നെ കോളേജ് യൂണിയൻ്റെ പ്രവർത്തനം ഒക്കെ, ഇലക്ഷന് മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ, കോളേജ് യൂണിയൻ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അടുത്ത വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റി എടുക്കും. അന്നത്തെ ഫസ്റ്റ് ഡിഗ്രിക്കാരും സെക്കൻഡ് ഡിഗ്രിക്കാരും പ്രീ ഡിഗ്രിക്കാരും ഒക്കെ ഉൾക്കൊള്ളുന്ന അവരെല്ലാം കൂടെ ആയിരിക്കും. ഫൈനൽ ഇയേഴ്സ് മാറി നിൽക്കും. പക്ഷെ മാറുന്ന ആളായിരിക്കും അതിൻ്റെ ആ ഇലക്ഷൻ നടത്തുന്ന അതിൻ്റെ റിട്ടേണിംഗ് ഓഫീസർ. അപ്പോൾ അങ്ങേരുടെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ പുതിയ കമ്മിറ്റി എടുക്കും. അപ്പോൾ അതൊരു കൃത്യമായ, അതിൻ്റെ അകത്ത് താലൂക്കിലേക്ക് 4 പ്രതിനിധി, യൂണിറ്റിൻ്റെ പ്രസിഡന്റ്, ഭാരവാഹികൾ, ഒരു പ്രസിഡന്റ്, ഒരു വൈസ് പ്രസിഡന്റ്, 2 സെക്രട്ടറി, ഒരു ട്രഷറി, ഇത്രയൊക്കെ ഉള്ളു. പിന്നെ എക്സിക്യൂട്ടീവ്. ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വളരെ കേഡർ സ്വഭാവത്തിലായിരുന്നു KSU എന്ന് പ്രവർത്തിച്ചു വന്നത്. എനിക്കത് ആ സമയത്തൊക്കെ KSU ക്യാമ്പുകളിലൊക്കെ നയപരമായിട്ടുള്ള വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറഞ്ഞ കൺസെഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിദ്യാർത്ഥികളുടെ ക്ഷേമ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ചർച്ചയും കാര്യങ്ങളും ഉണ്ടാവില്ല. ആ പ്രമേയങ്ങളിലെല്ലാം വലിയ ഡിസ്കഷൻ ഉണ്ട്. അത് ആ കൂട്ടത്തിൽ അന്തർദേശീയ പ്രമേയങ്ങൾ, ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, എല്ലാത്തിനെക്കുറിച്ചും എല്ലാവരുടെയും അന്നത്തെ അറിവനുസരിച്ചുള്ള വലിയ ചർച്ചകളും വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുമായിരുന്നു. അന്നത്തെ KSU ക്യാമ്പുകളിലൊക്കെ ഒരു വലിയ ആദ്യ കാലഘട്ടങ്ങളിലൊരു നിത്യസാന്നിധ്യം എന്ന് പറഞ്ഞാണ് വയലാർ രവി, MM ജേക്കബ് സാറ്, MA ജോണ്, അതുപോലെ തന്നെ അവരൊക്കെ ക്ലാസ് എടുക്കുന്ന ആളുകളാണ്. പിന്നെ ഉമ്മൻചാണ്ടിയെ പോലുള്ള നേതാക്കന്മാരെല്ലാം അവിടെ വരും. ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്ന ആളൊന്നും അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറയും. BM സുധീരൻ, അങ്ങനെയൊക്കെ ഉള്ള സീനിയർ ആളുകൾ എല്ലാവരും വരും. അപ്പോൾ എല്ലാവരും ഒരു ക്യാമ്പ് ഉണ്ടെങ്കിൽ, ഒരു ജില്ലാ ക്യാമ്പ് ഉണ്ടെങ്കിൽ എല്ലാ ലീഡേഴ്സും വരും. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകൾ സംസാരിക്കും. അവർ പിന്നെ പ്രമേയങ്ങളെക്കുറിച്ച് സംസാരിക്കും. ആ പ്രമേയങ്ങളിലെ കുട്ടികൾ അവരുടെ അഭിപ്രായം പറയും. അങ്ങനെ വളരെ ആരോഗ്യകരമായ ഒരു, വളരെ രസകരമായ ഒരു ആശയ സംവാദങ്ങൾ നടക്കുമായിരുന്നു. അതുപോലെ സംഘടനയുടെ പുതിയ ഭാരവാഹികൾ വരുന്നത് തന്നെ. ഇപ്പോൾ ഒരു സംസ്ഥാന സമ്മേളനം വരുമ്പോൾ നമുക്കറിയാം ഇന്ന ആളാണ് അടുത്ത പ്രസിഡന്റ്, അല്ലെങ്കിൽ 1-2 പേര്. അവർ തമ്മിലേ ഉണ്ട് ഒരു മത്സരം. കാരണം അത് വളരെ താഴെ തട്ടിൽ നിന്ന് ഇങ്ങനെ വളരെ കയറി വന്നിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരതിന് മുമ്പ് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രസിഡന്റ് മാറി അടുത്ത കമ്മിറ്റി എല്ലാ വർഷവും മാറും. എല്ലാ വർഷവും വിദ്യാർത്ഥി പ്രത്യേകിച്ച് അത് ചിലപ്പോൾ 2 വർഷം പരമാവധി വരുള്ളൂ. അത് കഴിഞ്ഞാൽ അപ്പം തന്നെ പുതിയ ആൾ വരും. അത് മെമ്പർഷിപ്പിനും കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നിരിക്കുന്നു. ഉണ്ട്. മെമ്പർഷിപ്പിൻ്റെ പാറ്റേണെന്ന് വെച്ചാൽ മെമ്പർഷിപ്പ് നമ്മളല്ല, സ്കൂൾ, കോളേജ്, അന്ന് സ്കൂളുകളിലും ഉണ്ടല്ലോ KSU. സ്കൂളുകളിൽ ഹൈസ്കൂൾ മുതലേ KSU ഉണ്ടല്ലോ. തുറക്കുമ്പം തന്നെ മെമ്പർഷിപ്പിൻ്റെ വാരമാണ് ആദ്യം തന്നെ. അങ്ങനെ ഒരാഴ്ച കൊണ്ട് മെമ്പർഷിപ്പ് പരമാവധി കൊടുക്കും. മെമ്പർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പായി, കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പായി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ എൻ്റെ പുറകെ ഇങ്ങനെ വരികയാണ്. നേതാക്കന്മാരെല്ലാം എൻഗേജ്ഡ് ആയിരിക്കും. എല്ലാവരും എൻഗേജ്ഡാണ്. അപ്പോൾ ഈ മെമ്പർഷിപ്പ് കിട്ടിയിരിക്കുന്ന ആളുകളുണ്ട്. ഈ മെമ്പർഷിപ്പ് കിട്ടിയിരിക്കുന്ന ആളുകളെ എല്ലാവരും സംഘടനാ ഇലക്ഷനൊന്നും പങ്കെടുക്കണമെന്നൊന്നുമില്ല. പക്ഷേ യൂണിറ്റിൻ്റെ ഇലക്ഷൻ നേരത്തെ അനൗൺസ് ചെയ്യും, ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് യൂണിറ്റ് ഇലക്ഷൻ.
മാറുന്ന ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് അങ്ങനെ ആയിരിക്കും എൻ്റെ അധ്യക്ഷൻ. അല്ലാണ്ട് റിട്ടേണിംഗ് ഓഫീസറെ ഒന്നും ഡൽഹിയിൽ നിന്നോ പിന്നെ വേറെ എവിടെ നിന്നോ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇപ്പോൾ വരുന്ന പോലെ പിന്നെ ബാംഗ്ലൂരിൽ നിന്നോ അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്നോ ആസാമിൽ നിന്നോ ഒന്നും കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. ഇവിടെ തന്നെയുള്ള ആളുകൾ അപ്പം തന്നെ കൂടുന്നു. അവർക്കറിയാം ആരൊക്കെയാണ് സംഘടനയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. അവരുടെ അധ്യക്ഷതയിൽ പിന്നെ യോഗം കൂടുന്നു, 1-2 പേരുകൾ വരുന്നു. ചിലപ്പോൾ അത് പരസ്പരം സംസാരിച്ച് തീർത്ത് ഒരാൾ തന്നെ പ്രസിഡൻ്റാക്കുന്നു. അഥവാ അങ്ങേറ്റം വന്ന് ചിലപ്പോൾ ഒരു പോളിംഗ് നടക്കും, അതിൽ ഭൂരിപക്ഷമുള്ളവൻ ജയിക്കുന്നു. അതങ്ങനെ എല്ലാവരും അതങ്ങ് ഉൾക്കൊള്ളുന്നു. അതാണ് അതിൻ്റെ ഒരു രീതി. അതായത് വളരെ ജനാധിപത്യപരമായ രീതിയിലായിരുന്നു. അത് ടെക്നോളജി ഒന്നും ഇത്രയും വളരാത്തൊരു കാലഘട്ടത്തിലും വളരെ സത്യസന്ധമായ രീതിയിലാണെന്ന് വളരെ സത്യസന്ധമായ രീതിയിൽ. അപ്പോൾ വളരെ പെട്ടെന്ന് സംഘടനാ ഇലക്ഷൻ എന്ന് പറയുന്നത് പാർട്ടിയുടെ മറ്റു പ്രവർത്തനം പോലെ തന്നെ വളരെ ഈസിയായി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇന്ന് സംഘടനാ ഇലക്ഷൻ എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. അത് ഡൽഹിയിൽ നിന്ന് വരുന്നു, അവിടെ നിന്ന് റിട്ടേണിംഗ് ഓഫീസർ വെക്കുന്നു, ഇതാരാ എന്താണെന്നൊന്നും അറിയത്തില്ല. അവർ ഓൺലൈനിൽ മെമ്പർഷിപ്പ് ചേർക്കുന്നു, ഓൺലൈനിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ഈ രീതിയിലുള്ള ഒരു പുതിയ ഇലക്ഷൻ സിസ്റ്റം ഒരുപക്ഷെ മാറിയ കാലഘട്ടത്തിനനുസരിച്ച് ഇത് കൊള്ളാമെന്നുള്ളൊരു പരീക്ഷണമായിരിക്കാൻ നടക്കുന്നത്. പക്ഷെ അതൊന്നും അത്ര പിന്നെ വിജയപ്രദമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുതാര്യമാണെന്ന് തോന്നുന്നില്ല. അത്ര സുതാര്യവുമല്ല. ഇത് നടത്തിയ ആളുകൾ അല്ലെങ്കിൽ നടത്താൻ തീരുമാനിച്ച ദേശീയ നേതൃത്വമൊക്കെ അവർ വലിയ ലക്ഷ്യത്തോടുകൂടിയും വലിയ പിന്നെ വളരെ സുതാര്യമായി ആർക്കും വരാം, ആരെയും തടഞ്ഞു നിർത്തുന്നില്ല എന്നൊക്കെയുള്ള നിലയിൽ നടത്തിയിട്ടുള്ള ഇലക്ഷനാണ്. അപ്പം കേരളത്തിലൊക്കെ ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഗ്രൂപ്പാണ് പ്രശ്നം എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇപ്പം പല ആശയങ്ങളുള്ള ആളുകളുണ്ടാവും, പല അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ടാവും, പല ലീഡേഴ്സിനോട് ഇഷ്ടമുള്ള ആളുകളുണ്ടാകും. അതൊക്കെ എല്ലാ കാലത്തും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ആളുകളൊക്കെ അതിനോട് ചേർന്ന് നിൽക്കും എന്ന് വെച്ചുകൊണ്ട് ഒരിക്കലും ഗ്രൂപ്പ് പാർട്ടിക്ക് ഒരു പിന്നെ വലിയ വിനാശകരമായിട്ടൊന്നും തീർന്നിട്ടില്ല. ചില സന്ദർഭങ്ങളിൽ ചില സ്ഥലത്തൊക്കെ ഒരു നിലപാട് വിട്ട് അല്ലെങ്കിൽ ഒരു നില വിട്ടുള്ള ചില പെരുമാറ്റങ്ങളൊക്കെ ചിലപ്പോഴുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആണെങ്കിൽ പോലും ഗ്രൂപ്പുകൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിനെപ്പോഴും ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് നല്ല ഹൈറാർക്കിക്കലായിട്ടാണ് ലീഡർഷിപ്പ് വരുന്നത്. സെലക്ഷൻ എപ്പോഴും മെറിറ്റോറിയസ് ആയിരിക്കും ഗ്രൂപ്പിനകത്തും. അല്ല ഗ്രൂപ്പിനകത്ത് ഇഷ്ടമുള്ളവനെ പിടിച്ചൊന്നും ആർക്കും ഒന്നും ആക്കാൻ പറ്റത്തില്ല. ഒരു ഗ്രൂപ്പും ഒറ്റ നേതാവല്ലായിരുന്നു. ഒരു എല്ലാ ഗ്രൂപ്പിനും അതിൻ്റെതായ ഒരു പാർട്ടി പോലെ തന്നെയുള്ള സംവിധാനങ്ങൾ. ആ സംവിധാനങ്ങൾ ആലോചിക്കാതെ ഒരിക്കലും ഒരു കാര്യം കൊണ്ടുവരാൻ പറ്റത്തില്ല. ഒരു ജില്ലയിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കൊണ്ടുവരാനൊന്നും പറ്റില്ല. ആ ജില്ലയിലുള്ള ഗ്രൂപ്പ് സംവിധാനം തന്നെ അവിടെ തകർന്നു പോകും. പക്ഷെ അവിടെ എല്ലാവരുടെയും പൊതുവായ അഭിപ്രായം എടുത്തിട്ട് ചിലപ്പോൾ ലീഡേഴ്സിന് താല്പര്യമുള്ള ആളുകളെ കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. പക്ഷേ എന്തായാലും അതിൻ്റെ അകത്തൊരു മെറിറ്റോറിയസ് സെലക്ഷൻ രീതി ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിനകത്ത് ഒരു ജനാധിപത്യം ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പുനഃസംഘടന എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റും. ഇപ്പോഴത്തെ കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേതാക്കന്മാരാണ്, അനർഹരായിട്ടുള്ളവരും കടന്നു കൂടുന്നുണ്ട്. വാലെടുത്തവനൊക്കെ വെളിച്ചപ്പാണ്. എല്ലാവരും തീരുമാനം എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റാതെ വരും. ഇപ്പോൾ ഒരാൾക്ക് ഞാൻ ഇത് കൊള്ളാവുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയാൽ വേറൊരാൾ വരുമ്പോഴത്തേക്കും പിന്നെ അങ്ങാരുടെ കാഴ്ചപ്പാടിൽ അയാൾ കൊള്ളത്തില്ലായിരിക്കും, അയാൾക്ക് വേറൊരാളായിരിക്കും. കാരണം എന്നോട് ഇഷ്ടപ്പെട്ട ആളെ ആണെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നത് അയാളുടെ മറ്റു മെറിറ്റൊന്നും അയാൾ വേറെ ആരും കാണുകയില്ല. ഇതിപ്പം വ്യക്തികൾ തീരുമാനിക്കുമ്പോഴുള്ള കുഴപ്പമാണ്. ഇപ്പോൾ ഒരുപാട് വ്യക്തികളോട് ചോദിക്കണം, എല്ലാ വ്യക്തികളോടും ചോദിക്കണമെന്ന് പറയുമ്പോൾ എല്ലാ വ്യക്തികളും അവനോട് താല്പര്യമുള്ളവരുടെ പേരുമായിട്ട് വരും. അപ്പോൾ ഒരുപാട് നമ്പരാവും. ആ നമ്പറിൽ നിന്ന് നമുക്ക് സെലക്ഷൻ എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ആരെ നമ്മൾ തള്ളു ആരെ കൊള്ളൂ എന്നുള്ളത് വലിയ വിഷയം. പക്ഷെ ഗ്രൂപ്പായിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ എണ്ണം ഇത്ര പേരെ ലീഡർഷിപ്പിലേക്ക് ഇന്നത് വരണം എന്ന് തീരുമാനിച്ചാൽ വളരെ പെട്ടെന്ന് ഗ്രൂപ്പ് ലീഡർഷിപ്പ് നമുക്ക് ഇത്ര പേരുണ്ട്, ഇന്ന ആളുകളാണ് എന്ന് പറയും. അതൊക്കെ നല്ല അംഗീകാരമുള്ള ആളുകളായിരിക്കും. വളരെ പെട്ടെന്ന് അവരെ വെച്ചു പുനഃസംഘടന എന്നുള്ള പ്രക്രിയ പെട്ടെന്ന് പൂർത്തിയാക്കും. അങ്ങ് KSU സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന സമയത്തും അങ്ങേക്ക് ഓർമ്മയുള്ള ഒരു സമരം? ഏറ്റവും വലിയ സമരം 72 വിദ്യാഭ്യാസ സമരമാണ്. ഞാൻ സ്കൂളിൽ നിന്ന് പിന്നെ ഫൈനൽ ഇയർ കഴിഞ്ഞ് കോളേജിലേക്ക് വരുന്ന കാലമാണ് 72 വിദ്യാഭ്യാസ സമരം. അത് കേരളത്തിലെ ചരിത്രത്തിലെ വലിയൊരു സമരമായിരുന്നു. ശ്രീ AK ആൻ്റണി അന്ന് KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അന്നത്തെ KSU പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അന്ന് VM സുധീരനാണ് KSU പ്രസിഡന്റ്. ആ ഒരു സമരം എന്ന് പറഞ്ഞാൽ കേരളത്തെ ഇളക്കി മറിച്ചൊരു സമരമാണ്. സമരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസക്കാലം കേരളത്തിലെ ക്യാമ്പസുകൾ ഫുൾ അടഞ്ഞു കിടന്നു. സ്കൂളുകൾ തുറന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും എന്നും സമരങ്ങളായിരുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനമായിട്ട് നടന്ന സമരം ഫീസ് ഏകീകരണം ഉണ്ടാകണം. കാരണം പ്രൈവറ്റ് കോളേജുകളിലും ഗവൺമെൻറ് കോളേജുകളിലും 2 ഫീസായിരുന്നു അന്ന് വരെ. ഗവൺമെൻറ് കോളേജുകളിൽ ചെറിയ ഫീസ് കൊടുക്കുമ്പോൾ പ്രൈവറ്റ് കോളേജുകളിൽ മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്ന വലിയ ഫീസായിരുന്നു. ആ ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ടായിരുന്നു. പിന്നെ അഡ്മിഷൻ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ആയിരുന്നു ഗവൺമെൻറ് കോളേജുകളിലുണ്ടായിരുന്നെങ്കിൽ പിന്നെ മാനേജ്മെൻറ്റ് കോളേജുകളിൽ മാനേജ്മെൻറ്റ് ഇഷ്ടമുള്ളവരെ അഡ്മിറ്റ് ചെയ്യുമായിരുന്നു. മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടില്ല. മെറിറ്റുള്ള ആളുകൾ പലപ്പോഴും തള്ളിപ്പോകും. മെറിറ്റ് ഇല്ലാത്തവരും മാനേജ്മെൻറ്റുകളും
അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും നാട്ടിലെ പ്രമാണിയും അവരുടെ മക്കൾക്കും ഒക്കെ അഡ്മിഷൻ കിട്ടുന്ന ഒരു രീതി. അപ്പോൾ അതിനെതിരായിട്ടാണ് അന്ന് KSU വലിയ ഒരു സമരം ആരംഭിച്ചത്. ആ സമരം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അന്നത്തെ KSUവിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും സമരങ്ങളുണ്ടാവും. പ്രധാനപ്പെട്ട ഏതെങ്കിലും ഇഷ്യൂവിൻ്റെ പേരിൽ സമരം ഉണ്ടാകും. അന്ന് കേരളത്തിലെ KSU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പര്യായമാണ്. വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞാൽ KSU എന്നേ അറിയത്തുള്ളൂ പലർക്കും. SFI ഒന്നും അന്ന് അങ്ങനെ ഒന്നും കാര്യമായിട്ടൊന്നുമുള്ള സംഘടനയൊന്നുമല്ല. KSF ആണെന്നുള്ളത് അതൊന്നും അങ്ങനെ കാര്യമായിട്ട് വലിയ ശക്തിയൊന്നുമല്ല. ചില മേഖലകളിലൊക്കെ ഉണ്ടെന്നുള്ളതല്ല. ചില ഗവൺമെൻറ് കോളേജുകളിലൊക്കെയാണ് ഈ SFIക്ക് കുറച്ച് ശക്തിയുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ സെൻട്രൽ ട്രാവൻകൂറിലൊക്കെ ആണെങ്കിൽ KSC ആണ് KSUമായിട്ട് മത്സരിച്ചുകൊണ്ടിരുന്നത്. KSU മത്സരങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 77-ലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വിദ്യാർത്ഥി ജനതയുടെ വരവ്. ആ വിദ്യാർത്ഥി ജനതയുടെ വരവിലാണ് KSUവിനെ പെട്ടെന്ന് ഒന്ന് ഷെയ്ക്ക് ചെയ്ത്. അല്ലാതെ KSUവിനെ വലിയ പ്രതിസന്ധിയിലാക്കിയാണ് വിദ്യാർത്ഥി ജനത. KSUവിൽ നിന്നൊക്കെ വലിയ ഒഴുക്കുണ്ടായി അങ്ങോട്ട്. അന്ന് വിദ്യാർത്ഥി ജനതയുടെ താഴെയായിരുന്നു SFI. 2 വർഷം കൊണ്ട് വിദ്യാർത്ഥി ജനത എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് നേതൃത്വവും ഇല്ല. ദേശീയ തലത്തിൽ ജനതാ പാർട്ടിയും തകർന്ന് അതിൻ്റെ പിന്നെ അടിയന്തരാവസ്ഥയുടെ ഒരു ഇതിലായിരുന്നു വന്നത്. അത് അതേപടി അങ്ങോട്ട് ശുഷ്കിച്ചു പോയപ്പം ആ ഒരു പിന്നെ പ്ലേസിലേക്കാണ് SFI കയറുന്നത്. അങ്ങനെയാണ് SFI കേരളത്തിലെ ക്യാമ്പസുകളിൽ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി യൂണിയനുകളിലൊക്കെ കയറി വരുന്നത് അതിന് ശേഷമാണ്. അതിനു മുമ്പ് KSCയും SFI ഒക്കെ ഒന്നിച്ചാണ് യൂണിവേഴ്സിറ്റി യൂണിയനിലൊക്കെ മത്സരിക്കുന്നത്. അന്ന് KSC ആയിരിക്കും വേണമെങ്കിൽ മേജർ പാർട്ട്ണർ. അപ്പം അങ്ങനെ സുന്ദരത്തര കാലമായിരുന്നു അന്നത്തെ. അപ്പം അതുകൊണ്ട് പിന്നെ അന്നത്തെ ഒരു പിന്നെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് KSU തന്നെയാണ് അന്ന് കേരളത്തിലെ കുട്ടികളുടെ ഇടയിൽ. വേറെ ഒരു സംഘടനയൊന്നുമില്ല. അതിപ്പം 67-ലെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം മുതലാണ് ഒരു വലിയ ഒരു ജനകീയ പ്രസ്ഥാനമായി KSU മാറുന്നത്. അതിനു മുമ്പ് 57 തുടങ്ങി. പിന്നെ വയലാരവിയും അതുപോലെ തന്നെയുള്ള AK ആന്റണിയും MA യൂണും ഇവരെല്ലാവരും കൂടെ സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ പോലും പിന്നീട് അതൊരു 67 ആയപ്പോഴത്തേക്കാണ് വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ നമ്മുടെ തേവര മുരളിയുടെ സമരം അങ്ങനെയുള്ള കടന്നു വരുന്നത്. അപ്പം അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 72-ലെ വിദ്യാഭ്യാസ സമരമാണ് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും വലിയ സമരം. ആ സമരം എന്ന് വെച്ചാൽ അപ്പം അന്ന് ജൂൺ 1-ാം തീയതി കോളേജ് തുറക്കേണ്ടതാണ്, അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്കിൽ. അന്ന് സെപ്റ്റംബറിൽ ഓണം കഴിഞ്ഞാൽ കോളേജ് തുറക്കുന്നത്. 3 മാസക്കാലം കേരളത്തിൽ കണ്ടിന്യൂസ് കോളേജ് തുറക്കാൻ പറ്റില്ലായിരുന്നു ഈ തീരുമാനം ഉണ്ടാകാതെ. അപ്പം മാനേജ്മെൻറ്റുകാരെ എതിർത്തു. കേരളത്തിലെ എല്ലാ മാനേജ്മെൻറ്റുകളും അന്ന് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനാണ് കൂടുതൽ സ്കൂളുകൾ. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൽ NSS മാനേജ്മെൻറ്റ്, SN ട്രസ്റ്റ്, അതുപോലെ തന്നെ MES, എല്ലാ സമുദായ സംഘടനകളും KSUവിനെ വെല്ലുവിളിച്ച് നിൽക്കുമ്പം കേരളത്തിലെ പുതിയ തലമുറയിലിടയിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് KSUവിൻ്റെ ഒരു ഇരച്ചു കയറ്റമായിരുന്നു. വേണ്ട കുട്ടികൾ മുഴുവൻ KSU എന്നൊരു വികാരമായിരുന്നു. കാരണം അവർക്ക് വേണ്ടി സംസാരിക്കുന്ന അത് ഈ സർവ്വ മാനേജ്മെൻറ്റുകളും നമുക്കെതിരെ. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിനും പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റാതെ വന്നത്. എല്ലാ സമുദായ സംഘടനകളും എതിരാണ്. അന്നത്തെ KSUവിൻ്റെ മുദ്രാവാക്യമാണ് ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല പിന്നെ മുസ്ലിം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം. അത് KSUവിൻ്റെ മുദ്രാവാക്യം. അതൊക്കെ പിന്നീട് ഒരു കാലത്ത് ഏതോ സിനിമയിൽ കൂടെ എനിക്ക് SFIയുടേതാക്കി ആ സംവിധായകൻ SFIയുടെ വായി തിരികെ മുദ്രാവാക്യം വിളിപ്പിക്കുന്നത്.